ഡൽഹിയിൽ നിന്ന് കാർ എടുത്താൽ ഭയങ്കര പൈസ കുറവാണ്. 3 ലക്ഷം രൂപയ്ക്ക് ഇനോവ കിട്ടാണ്ടെന്നാ പറയുന്നത്. അതെ അതെ. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇന്നത്തെ ഈ ഒരു ഔട്ട് സ്റ്റേഷൻ വണ്ടികൾ എന്ന് പറയുന്നത് അതിന് വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ ഒരു റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരം ഇത്ര ഇയർ കഴിഞ്ഞാൽ വണ്ടികൾ ഒന്നെങ്കിൽ ഡിച്ച് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ള പോളിസി എല്ലാം വന്നിട്ടുണ്ട്. സ്ക്രാപ്പ് ചെയ്യാനുള്ള പോളിസി ഇപ്പോഴാണെന്നുള്ളൂ, പക്ഷെ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ ഡീസലിന് 10 ഇയേഴ്സും അതുപോലെ തന്നെ പെട്രോളിന് 15 ഇയേഴ്സും. 14th ഇയർ 11th മന്ത് വിറ്റാലും അവർക്ക് വിൽക്കാം. 12th മന്ത് ആയി കഴിഞ്ഞാൽ ഇൻവാലിഡ്, വിൽക്കാനും പറ്റില്ല. NOC കിട്ടില്ല. നമുക്ക് വിൽക്കണമെങ്കിൽ ഇപ്പോൾ ഔട്ട് സ്റ്റേറ്റ് പോകണമെങ്കിൽ NOC വേണം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ RTO അടുത്താൾക്ക് അത് എഴുതി കൊടുക്കണമല്ലോ, ഓണർഷിപ്പ് ചേഞ്ച്. അതാണ് ഇപ്പം ഏറ്റവും വില കുറഞ്ഞിട്ട് ഇവർ കിട്ടാൻ കാരണം. പക്ഷെ അതിൽ വലിയ റിസ്ക് എലമെന്റ് ഉണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാർ പെട്ടത് എനിക്കറിയാം. പെട്ടെന്ന് മെയിൻലി പേപ്പേഴ്സ് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ പേപ്പർ ക്ലിയർ ആയി കിട്ടില്ല. കുറച്ച് പേര് RTO ഒന്ന് സ്റ്റബേൺ ആയിട്ട് ഒരു 14 ഇയേഴ്സ് എല്ലാം കഴിഞ്ഞാൽ പേപ്പർ ആ വണ്ടിന് ക്ലിയർ ആയി കൊടുക്കുന്നത് ഭയങ്കര ഡിലേ ചെയ്യുന്നുണ്ട്. 15 ഇയേഴ്സോ 10 ഇയേഴ്സോ ആയി കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യില്ല. അങ്ങനെ പേപ്പറില്ലാതെ പെട്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ സങ്കടം തോന്നും. നമ്മളൊരു കാലത്ത് ഈസിലി കൊണ്ടുവന്നായിരുന്നു ഈ വണ്ടികൾ. വേറെ അർത്ഥത്തിലെല്ലാം നല്ല വില കുറഞ്ഞു കിട്ടും, നല്ല ഓട്ടം കുറഞ്ഞ വണ്ടികൾ കിട്ടും, പിന്നെ പ്രൈസിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഇതെല്ലാം ചിലപ്പം കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പെട്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇനോവ പോലത്തെ വണ്ടികളെല്ലാം പലരും ഉപയോഗിക്കുന്നതും പിന്നെ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരും ചിലപ്പം ഡിസ്കണക്ട് ചെയ്തേക്കും.